നോബൽ നിൽക്കുന്ന രജൌരിയിൽ ബ്ലാക്ക് ഔട്ട് ആണോ ഇപ്പോൾ? അരുൺ, രജൌരി അടക്കമുള്ള ഈ മേഖലകൾ ഇപ്പോൾ ബ്ലാക്ക് ഔട്ടിലാണ് ഉള്ളത്. നേരത്തെ ലൈറ്റുകളും അതോടൊപ്പം മറ്റ് വൈദ്യുതി സംവിധാനങ്ങളും എല്ലാം പ്രവർത്തിച്ചിരുന്നു. എന്നാൽ പിന്നീട് അത് പെട്ടെന്ന് കട്ടാവുകയും തൊട്ടു പിന്നാലെ പലയിടത്തും രജൌരി അതിർത്തികളിൽ ശക്തമായ വെടിവയ്പ് ഉണ്ടാവുകയും ചെയ്തു എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. വലിയ ഉഗ്രശബ്ദത്തിൽ വെടിവയ്പ്പിന്റെ ശബ്ദങ്ങൾ നമ്മൾ കേൾക്കാൻ കഴിഞ്ഞു എന്നും ഈ ഘട്ടത്തിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതായുണ്ട്. എന്താണെങ്കിലും ഏത് തരത്തിലാണ് ഈ തരത്തിൽ വെടിനിർത്തൽ കരാർ പാകിസ്ഥാൻ ലംഘിച്ചത് എന്നതിനെക്കുറിച്ച് ഒരു പൂർണ്ണമായ ചിത്രം സൈന്യത്തിന്റെ ഭാഗത്ത് എന്താണെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട വിശദമായ ഒരു കുറിപ്പ് എന്താണെങ്കിലും സൈന്യത്തിന്റെ ഭാഗത്ത് ഈ ഘട്ടത്തിൽ വന്നിട്ടില്ല. പക്ഷേ എങ്കിൽ പോലും അതിർത്തി കേന്ദ്രീകരിച്ചുകൊണ്ട് ശക്തമായ രീതിയിൽ തന്നെ പാകിസ്ഥാൻ പ്രകോപനം തുടരുന്നുണ്ട് എന്നാണ് നമുക്ക് വിവരമായി പുറത്തേക്ക് വരുന്നത്. അത് രജൌരി അതിർത്തി മാത്രമല്ല, മറ്റ് പല മേഖലകളിലും ഇത്തരത്തിൽ ശക്തമായ പ്രകോപനം പാകിസ്ഥാൻ ഉണ്ടാക്കുന്നു എന്ന വിവരം തന്നെ പുറത്തേക്ക് വരുന്നു. പ്രത്യേകിച്ച് ഈ യുദ്ധസമാനമായ സാഹചര്യത്തിൽ നിന്ന് സമാധാനത്തിലേക്ക് രാജ്യം പോകുന്നു, ഇരു രാജ്യങ്ങളും പോകുന്നു എന്ന സന്ദേശം നൽകിയതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ പലയിടത്തും വെടിവെക്കുന്നതിന്റെ അതോടൊപ്പം തന്നെ മറ്റു തരത്തിലുള്ള ശബ്ദങ്ങളും മുഴങ്ങുന്നത് എന്തും വളരെ ആശങ്ക ഉണ്ടാക്കുന്നതാണ് എന്ന് വേണം നമുക്ക് വിലയിരുത്താൻ. ഇന്നിപ്പോൾ വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് സൈനിക നീക്കങ്ങളൊക്കെ താൽക്കാലികമായാണെങ്കിലും നമ്മൾ പിൻവലിക്കുന്നത് കണ്ടതാണ്. പക്ഷേ എങ്കിൽ പോലും ശക്തമായ ആക്രമണങ്ങൾ, അത്തരത്തിൽ ശക്തമായ വെടിവെപ്പുകൾ രജൌരി അതിർത്തികളിൽ തുടരുന്നുണ്ട്. ബ്ലാക്ക് ഔട്ടിൽ തന്നെയാണ് രജൌരി ഇന്നും ഉള്ളത്. വൈദ്യുതികൾ പൂർണ്ണമായും ഇത്തരത്തിൽ വിച്ഛേദിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ മറ്റ് വാഹനങ്ങളുടെ മൂവ്മെന്റ് ഒക്കെ താൽക്കാലികമായി എന്തായാലും നിർത്തിയിരിക്കുന്നു എന്ന് തന്നെയാണ് കാത്തിരിക്കാം എന്താണ് സംഭവിക്കുന്നത് എന്ന്. BSF തക്കതായ തിരിച്ചടിയും ഇപ്പോൾ ഈ അതിർത്തിയിലെ ഷെല്ലാക്രമണത്തിനും ഒപ്പോൾ വെടിവെപ്പിനും ഇപ്പോൾ മറുപടിയായിട്ട് നൽകുന്നുണ്ട്. BSF റിട്ടാലിയേറ്റ്സ് വിത്ത് ഫുൾ ഫോഴ്സ് എന്നാണ് ഇന്ത്യ ടുഡേയും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. നേരിട്ട് ഞങ്ങളുടെ പ്രതിനിധി നോബൽ മാരിക്കാരൻ രജൌരിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുകയാണ്. രജൌരിയിൽ ഇപ്പോൾ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അവിടെ ഇപ്പോൾ ബ്ലാക്ക് ഔട്ടാണ്, ടോട്ടൽ ബ്ലാക്ക് ഔട്ടാണ്. ഇപ്പോൾ നോബൽ മാരിക്കാരൻ നിൽക്കുന്ന രജൌരിയിൽ ബ്ലാക്ക് ഔട്ടാണ്. വേണമെങ്കിൽ ഒരു ഫുൾ ഫ്രെയിമിൽ ഒരിക്കൽ കൂടി നമുക്ക് നോബൽ മാരിക്കാരൻ്റെ ദൃശ്യങ്ങൾ എടുക്കാം, അത് പ്രേക്ഷകർക്ക് ബോധ്യപ്പെടുത്താം. ഇത് രജൌരിയിൽ നിന്നുള്ള വിഷ്വൽസ് ആണ്. രജൌരിയിൽ ഇപ്പോഴും ബ്ലാക്ക് ഔട്ടാണ്. നോബൽ മാരിക്കാരനാണ് ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിച്ച് രജൌരിയിൽ നിന്നും, ഗ്രൗണ്ട് സീറോയിൽ നിന്നും ഇപ്പോൾ പ്രേക്ഷകർക്ക് വിവരങ്ങൾ നൽകുന്നത്. രജൌരിയിൽ വെടിവെപ്പിന്റെ ശബ്ദവും കേൾക്കുന്നു എന്നാണ് ഇപ്പോൾ നോബൽ മാരിക്കാരൻ പറയുന്നത്. നേരിയ പ്രകോപനം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നു. അതിർത്തിയിൽ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നു കഴിഞ്ഞ ഉടൻ തന്നെയാണ് ഇപ്പോൾ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ പ്രകോപനം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത്. നോബൽ മാരിക്കാരനാണ് അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. നോബൽ, ഇപ്പോഴും അവിടെ നിന്നും വെടിനിർത്തൽ ശബ്ദം കേൾക്കാൻ കഴിയുന്നുണ്ടോ? തീർച്ചയായും അരുൺ, അല്പം മുമ്പ് വരെ കൃത്യമായ ഇടവേളകളിൽ ഇവിടെ വെടിവെച്ചകൾ കേൾക്കുന്നുണ്ടായിരുന്നു എന്നാണ് യാഥാർത്ഥ്യം. പ്രധാനമായും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ അതിർത്തി കേന്ദ്രീകരിച്ചുകൊണ്ട് ഇന്ന് പുലർച്ചെയാണെങ്കിൽ പോലും വലിയ തരത്തിൽ ഷെല്ലാക്രമണം നടന്ന സ്ഥലമാണ് രജൌരി എന്ന് പറയുന്നത്. ശക്തമായ രീതിയിൽ തന്നെ ഷെല്ലാക്രമണം ഉണ്ടായൊരു പ്രദേശമാണ്. ഇന്നിപ്പോൾ വൈകുന്നേരമായപ്പോഴും അതിൽ ഷെല്ലുകളുടെ ശബ്ദം എന്താണെങ്കിലും ഇല്ല. പക്ഷേ വലിയ തരത്തിൽ വെടിവെച്ചകൾ ആകാശത്തേക്ക് മുഴങ്ങുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. വലിയ ശബ്ദങ്ങൾ, പ്രത്യേകിച്ച് കൃത്യമായ ചില ഇടവേളകളിലാണ് ഇത്തരത്തിൽ ശബ്ദങ്ങൾ ഉണ്ടാകുന്നത് എന്നും നമ്മൾ ശ്രദ്ധിച്ച് എടുത്തു പറയേണ്ടതുണ്ട്. കാരണം നിരന്തരമായ ഫയറിംഗ് അല്ല ഉണ്ടാകുന്നത്, പക്ഷേ ചില ഇടവേളകളിൽ ഫയറിംഗ് തുടരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അല്പം മുമ്പ് ഏറെക്കുറെ 2-ലധികം തവണ നിരന്തരമായ ഫയറിംഗ് ഉണ്ടാകുന്ന അത്തരത്തിലുള്ള ശബ്ദം ആകാശത്തേക്ക് ഉയർന്നു. അത്തരത്തിൽ ശബ്ദം നമുക്ക് കേൾക്കാൻ കഴിഞ്ഞു എന്നാണ് യാഥാർത്ഥ്യം.